ചോരവാർന്ന പശ്ചിമേഷ്യ, ആക്രമണം രൂക്ഷം, വ്യാപക നാശം. ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയതിനിടെ ടെൽ-അവീവിലും മറ്റ് നഗരങ്ങളിലും വ്യാപക പ്രത്യാക്രമണമെന്നും റിപ്പോർട്ട്. മൊസാദ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഹെർസ്ലിയയിലടക്കം മിസൈലുകൾ പതിച്ചു. ഇറാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും കുടുംബാംഗങ്ങളെയും പാകിസ്ഥാൻ തിരിച്ചു വിളിച്ചു. G7 ഉച്ചകോടിക്കിടെ സുപ്രധാന തീരുമാനം. ഏറെ നാളുകൾക്ക് ശേഷം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സാധാരണ നിലയിലേക്ക് പുനഃസ്ഥാപിക്കാൻ ധാരണ. ഇന്ത്യയും കാനഡയും പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കും. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ നടന്ന ചർച്ചയിലാണ് സുപ്രധാന തീരുമാനം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാളെ വിധിയെഴുത്ത്. ഇന്ന് നിശബ്ദ പ്രചാരണം. 21 നാൾ നീണ്ട അതിതീവ്ര പ്രചാരണത്തിന് ഇന്നലെ കലാശക്കൊട്ടോടെ തിരിശില വീണിരുന്നു. തിരഞ്ഞെടുപ്പിനെ തുടർന്ന് മണ്ഡലത്തിൽ കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയും ശക്തമാക്കി. പത്തനംതിട്ട മെഴുവേലിയിലെ നവജാത ശിശുവിന്റെ മരണം കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ്. പ്രസവശേഷം പൊക്കിൽക്കൊടി മുറിച്ചത് 21-കാരിയായ യുവതി തന്നെ. കുഞ്ഞിന്റെ വായ പൊത്തിപ്പിടിച്ചുവെന്നും ഗർഭം ധരിച്ചത് ആൺ സുഹൃത്തിൽ നിന്നെന്നും മൊഴി. വിദ്യാർത്ഥിനിയായ യുവതി രക്തസ്രാവത്തിന് ചികിത്സ തേടി ആശുപത്രിയിൽ എത്തിയതോടെയാണ് പ്രസവ വിവരം പുറത്തായത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് ശമനം. ഇന്ന് ഒറ്റപ്പെട്ട മിതമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മണിക്കൂറിൽ പരമാവധി 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട്. അതിശക്തമായ മഴ കണക്കിലെടുത്ത് ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ തീരദേശവും കുട്ടനാട് താലൂക്കിലെ മിക്ക സ്കൂളുകളും റോഡുകളും വെള്ളക്കെട്ടിലായതിനാൽ ബുധനാഴ്ച കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളതായി അധികൃതർ അറിയിച്ചു.